ADM നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പൊരുത്തക്കേട്. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശങ്ങളില്ല. നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായരാണ് ജന ഡിബേറ്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരും. അതിനു മുൻപ് പ്രതികരണം ഒന്നുകൂടി കേൾക്കാം. ശരി, മിഥുൻ മുരളിയിലേക്ക്. മിഥുൻ മുരളി, നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതാണ്, ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രണ്ടു പറയുന്നു. അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം ആന്തരികമായ എന്തോ ക്ഷതമുണ്ടായിട്ടുണ്ടാകും, പരിക്കുണ്ടായിട്ടുണ്ടാകും എന്നാണ്. പക്ഷേ ആന്തരികമായി ഒരു പരിക്കുമില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ഈ വൈരുദ്ധ്യം എന്തുകൊണ്ട്? കൃഷ്ണരാജ്, ഈ വൈരുദ്ധ്യം തന്നെയാണ് പോലീസിലും സംസ്ഥാന സർക്കാരിലും വിശ്വാസം നഷ്ടപ്പെടാൻ കുടുംബത്തെ പ്രേരിപ്പിച്ചത്. CBI അന്വേഷണം വേണമെന്ന കുടുംബം ആവശ്യം ഉന്നയിക്കാനുള്ള കാരണമായിട്ട് നിലനിൽക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാന അഭയകേന്ദ്രം എന്ന നിലയിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബത്തെ പ്രേരിപ്പിച്ചതും ഈ ഒരു സംശയം തന്നെ ആയിരിക്കണം. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഒക്ടോബർ 15-ാം തീയതി നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച് രാവിലെ 10:15 മുതൽ 11:45 വരെ തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ, കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലുള്ളത്. നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു എന്നുള്ളത്. പക്ഷേ പിന്നീട് പോലീസിന്റെ FIR-ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ തുടർന്നുള്ള അന്വേഷണങ്ങളിലോ ഒന്നും തന്നെ ഈ പരാമർശങ്ങളില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളില്ല, അന്വേഷണങ്ങളില്ല, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനൊന്നും ഈ ഒരു പരാമർശത്തെ അനുബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള യാതൊരു വിവരശേഖരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. ഇത് ആദ്യം ചൂണ്ടിക്കാണിച്ചത് ജനൻ ഡിബേറ്റിലായിരുന്നു. ജനൻ ഡിബേറ്റിൽ അനിൽ പി നായർ, നവീൻ ബാബുവിന്റെ ബന്ധുവാണ്, അഭിഭാഷകനാണ്, നിയമസഹവുമായിട്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം തുടക്കം മുതലേ ഉള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഇന്നലെ ജനൻ ഡിബേറ്റിൽ ഈ ഒരു ഗുരുതര വസ്തുത ചൂണ്ടിക്കാണിച്ചത്. കൃത്യമായിട്ട് അന്വേഷണത്തെ എല്ലാം ബാധിക്കുന്ന തരത്തിൽ ഈ ഒരു പരാമർശം ഒളിച്ചു വെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണ നീക്കങ്ങളിലൊന്നും ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച ഒക്ടോബർ 15-ാം തീയതി രാവിലെ 10:45 മുതൽ 11:45 വരെ നടത്തിയ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ പരാമർശമുണ്ട്. അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടിരിക്കുന്നു, രക്തക്കറ പുരണ്ടിരുന്നു എന്നുള്ള കാര്യം. ആന്തരികമോ ബാഹ്യവുമായിട്ടുള്ള യാതൊരുവിധ പരിക്കുകളും ശരീരത്തിൽ ഇല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൂങ്ങി മരണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏകദേശം ആത്മഹത്യയാണെന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കശേരികൾക്ക് പരിക്കില്ല, തലയോട്ടിക്ക് പരിക്കില്ല, ശരീരത്തിലെങ്ങും ക്ഷതമില്ല, പരിക്കുകളില്ല, മറ്റൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ആന്തരികമോ ബാഹ്യമോമായിട്ടുള്ള മുറിവുകളോ പരിക്കുകളോ ഒന്നും കൂടാതെ രക്തസ്രവം പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യമാണ് ഇന്നലെ ജനൻ ഡിബേറ്റിൽ അനിൽ പി നായർ, നവീൻ ബാബുവിന്റെ ബന്ധു, ഉന്നയിക്കുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തുത ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങൾ അത് ഏതു തന്നെയായാലും പരിശോധനയ്ക്ക് വേണ്ടി സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നീടുള്ള അന്വേഷണത്തിൽ നിർണായകമായിട്ട് മാറും, അത് പ്രധാനപ്പെട്ട വഴിത്തിരിവായിട്ട് മാറും. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന വസ്തുതയായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. ആന്തരിക അവയവങ്ങളൊന്നും എന്നെ പരിശോധനയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുമ്പോൾ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു ഗുരുതരമായിട്ടുള്ള ഈ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തത്. പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ മരണത്തിന്റെ ഏകദേശ സമയം, ഏത് സമയത്താണ് മരിച്ചത് എന്നുള്ളത് കൃത്യമായി പോസ്റ്റ്മോർട്ടത്തിൽ രേഖപ്പെടുത്തണം എന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു നിയമവശത്തിലുണ്ട്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, നവീൻ ബാബുവിന്റെ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും നവീൻ ബാബു മരണം സംഭവിച്ചിരിക്കുന്ന ഏകദേശ സമയം എപ്പോഴാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയായി ഇന്നലെ ജനൻ ഡിബേറ്റിൽ നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലും ശേഖരിച്ച് അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തണം എന്നുള്ളതാണ്. ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർമാർ ഈ വസ്ത്രം ആവശ്യപ്പെടുകയും അത് കണ്ടുകൊണ്ട് ആ വസ്ത്രത്തിലുള്ള അടയാളങ്ങൾ, സൂചനകൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള ഒരു വസ്തുതയുണ്ട്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിലൊന്നും നവീൻ ബാബു ധരിച്ചിരുന്ന വസ്ത്രത്തെ പറ്റി ഒരു സൂചനയില്ല. ആ വസ്ത്രം ആവശ്യപ്പെട്ടിട്ടില്ല. ആ ഡോക്ടർമാർ ആ വസ്ത്രം കണ്ടിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നുള്ളതാണ്. കാരണം ആ വസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു. ആ രക്തക്കറ എങ്ങനെ വന്നിരുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ ആ വസ്ത്രം ചോദിക്കേണ്ടതുണ്ട്, ആവശ്യപ്പെടേണ്ടതുണ്ട്, പോലീസിനോട് ആവശ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ
അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രണ്ട് തട്ടിലാണ്, രണ്ടും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, രണ്ടും തമ്മിൽ അടിമുടി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം പ്രധാനപ്പെട്ട ആരോപണമായി അദ്ദേഹത്തിന്റെ ബന്ധു തന്നെ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടതാണ്. പി ദിവ്യയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ പി ദിവ്യ, പ്രശാന്തൻ തുടങ്ങിയ ആളുകൾക്കൊക്കെ വളരെ സ്വാധീനമുള്ള സ്ഥലമാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കുന്നതിനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തരുത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ ആവശ്യം പാടെ നിരാകരിച്ചത് എന്തിനായിരുന്നു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള മറ്റൊരു ചോദ്യം. വളരെ സംശയങ്ങളാകുന്നു. ഒന്ന്, CBI വരണമെന്ന ആവശ്യം തള്ളിക്കളയുന്നു. അത് CPM-ഉം ചെയ്യുന്നു, സംസ്ഥാന സർക്കാരും അതുതന്നെ പറയുന്നു. എന്നിട്ട് പറയുന്ന കാരണം എന്താ? പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നുണ്ടല്ലോ എന്ന്. രണ്ട്, ഇൻക്വസ്റ്റ് കഴിഞ്ഞു എന്നുള്ള വിവരമാണ് അവർക്ക് ലഭിച്ചത്. ഈ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ CPM-ന് ശക്തമായ സ്വാധീനമുള്ള ഇടത്ത് നടത്തരുത് എന്നാവശ്യപ്പെട്ടിട്ടും അതവിടെ തന്നെ നടത്തുന്നു. അങ്ങനെ അടിമുടി ദുരൂഹതയുണ്ട്, തെളിവുകളും പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ പ്രതിരോധത്തിലാകുന്നതാരും? സർക്കാർ തന്നെയാണ്, പോലീസാണ്. ഈ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളിൽ ഒന്നും തന്നെ, ഈ കേസ് മുന്നോട്ട് നയിക്കുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ ഈ രക്തക്കറ കണ്ടതിനെ പറ്റി ഒരു വിശദാംശങ്ങളോ ഒരു രേഖപ്പെടുത്തലുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുതന്നെയാണ് കുടുംബത്തിന് ആശങ്കയുണ്ടാക്കിയത്, കുടുംബത്തിന് സംശയമുണ്ടാക്കിയത്, CBI അന്വേഷണം ആവശ്യപ്പെട്ടതും. നേരത്തെ കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ എന്തിനാണ് തിടുക്കപ്പെട്ട ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയത് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒക്ടോബർ 15-ാം തീയതി രാവിലെ 10:45-നും 10:15-നും 11:45-നും ഇടയിലാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത്. അതിനുശേഷമാണ് നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂരിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ തങ്ങളെ അറിയിച്ചതിന് ശേഷം മാത്രമേ നടത്താവുള്ളൂ എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അറിയിച്ചതാണ്. പക്ഷേ തിടുക്കപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നു. പിന്നീട് അവരെ അറിയിക്കുന്നത് ഇൻക്വസ്റ്റ് പൂർത്തിയായി എന്നുള്ള വിവരമാണ്. നിയമപരമായി തന്നെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണം ഇൻക്വസ്റ്റ് നടത്തേണ്ടത് എന്നുള്ള ഒരു ചിട്ടവട്ടമുണ്ട്. അതുപോലും നടപ്പാക്കാൻ ഇവിടെ തയ്യാറായില്ല എന്നുള്ളതാണ്. രണ്ടാമത് നേരത്തെ സൂചിപ്പിച്ച പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്നുള്ള കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം, അത് നിരാകരിച്ചത് എന്തിനാണ് എന്നുള്ളത് മറ്റൊരു പ്രസക്തമായ ചോദ്യമായി അവശേഷിക്കുന്നു. മൂന്നാമത്തേതാണ് ഏറ്റവും നിർണായകമായ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ള ആ പരാമർശം. രക്തക്കറ അടിവസ്ത്രത്തിൽ കണ്ടു, അടിവസ്ത്രത്തിൽ രക്തക്കറയുടെ അംശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള ഒരു മുറിവോ ഒരു പരിക്കുകളും ഇല്ല എന്ന് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വെക്കുമ്പോൾ എങ്ങനെ ഈ രക്തക്കറ കണ്ടു എന്നത് ചോദ്യചിഹ്നമായി അവിടെ അവശേഷിക്കുന്നു, ദുരൂഹതയായി അവിടെ അവശേഷിക്കുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു പരിശോധനകളും യാതൊരു നടപടികളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഉണ്ടായില്ല. പോലീസ് FIR-ൽ അതിനെപ്പറ്റി യാതൊരു പരാമർശവും ഉണ്ടായില്ല. പോലീസ് FIR-ൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള ഒരു ഉള്ളടക്കമായിരുന്നു ഉണ്ടാകുന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനെപ്പറ്റി പരാമർശമില്ല. പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുമ്പോൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നില്ല, ഈ വസ്ത്രങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഇത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു കണ്ടെത്തലുകളും ഉണ്ടാകുന്നുമില്ല.